അതുപോലെ കുട്ടികളുടെ വ്യക്തിത്വ വികാസം എങ്ങനെ അച്ഛന്മാര് രൂപപ്പെടുത്തണം, ആ ഒരു ദർശനം അച്ഛനും അധ്യാപകന്മാർക്കും ഉണ്ടെങ്കിൽ നല്ല ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. കഴിവുള്ള, കരുത്തുള്ള, ശക്തരായ, ഏറ്റവും ലോകത്തിന് ആവശ്യമുള്ള വ്യക്തിത്വങ്ങളെ നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കും. ഇന്ന് നോക്കൂ, നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കൂ നിങ്ങൾ. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ റോട്ടിൽ ജോലി അന്വേഷിച്ച് നടക്കുന്ന ആളുകളുടെ, തെരുവിൽ നിരങ്ങി നടക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടി വരികയാണ്. കാരണം എല്ലാവരുടെ കയ്യിലും ഡിഗ്രി ഉണ്ട്, പക്ഷെ യോഗ്യതകളില്ല, ഒരു കഴിവില്ല. അങ്ങനെ നടക്കുകയാണ് സമൂഹത്തിൽ. പല കുട്ടികളും ജോലി അന്വേഷിച്ചുകൊണ്ട്. ആരാക്കി തീർത്തു ഇവരെ? അപ്പൊ അതുകൊണ്ട് ഒരു കഴിവില്ലാത്ത സമൂഹത്തെ വാർത്തെടുക്കുന്ന ഇന്നത്തെ തെറ്റായ വിദ്യാഭ്യാസം മാറിയേ പറ്റുള്ളൂ. കാരണം നിങ്ങൾ നോക്കൂ, ഇവിടെ ഓരോ വർഷവും കോളേജുകളിൽ നിന്നും പുറത്തു വരുന്ന കുട്ടികളിൽ എത്ര പേർക്ക് ജോലി കിട്ടുന്നുണ്ടെന്ന്. വളരെ സങ്കടകരമായ ഒരവസ്ഥ. കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞിട്ട് പ്യൂണിന്റെ ജോലിക്ക് പോകേണ്ട ഗതികളിലാണ് ഇവിടുത്തെ സമൂഹം. എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞിട്ട് ക്ലർക്കിന്റെ ജോലി ചെയ്യുന്ന എത്രയോ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എഞ്ചിനീയറിംഗ് ഡിഗ്രി, അതിൻ്റെ ഒരു വില എവിടെ എന്തുണ്ട്? അപ്പൊ ഈ തരത്തിൽ ഇത്രമാത്രം നമ്മൾ അധപ്പതിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തുന്നതിൽ അധ്യാപകന്മാർക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അധ്യാപകർക്കാണ് ആദ്യം, രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമാണ് ആദ്യം ഭഗവത്ഗീത പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. കാരണം അവർ ഈ ദർശനം ഉൾക്കൊണ്ടാലേ അവരിലൂടെ കുട്ടികളുടെ വ്യക്തിത്വം മാറുകയുള്ളൂ. അപ്പോ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടെ അർജുനൻ കൃഷ്ണന്റെ മുന്നിൽ നിൽക്കുന്നു. കൃഷ്ണനോട് അർജുനൻ ചോദ്യം ചോദിക്കുകയാണ്. നമ്മൾ 5-ാമത്തെ അധ്യായത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. അവിടെ അർജുനനെ സംബന്ധിച്ച ഒരു കൺഫ്യൂഷൻ ഉള്ളത്, ജീവിതത്തിൽ കൃഷ്ണൻ പറഞ്ഞു മനസ്സിന് നല്ല സമചിത്തത വേണം. അർജുനൻ പറയുന്നു, അങ്ങനെ ഒരു സമചിത്തത വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരുന്നാ പോരെ, എന്തിന് ഞാൻ ഈ ഘോരമായ, വളരെ വിഷമകരമായ, ദുഃഖകരമായ ഈ യുദ്ധം ചെയ്യണമെന്ന്. അതുപോലെ നമ്മുടെ കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കണം. അർജുനന്റെ സ്ഥാനത്ത് എനിക്ക് മാത്സ് പഠിക്കാൻ കഴിവില്ല, എനിക്ക് സയൻസ് പഠിക്കാൻ കഴിവില്ലാത്ത എന്നെ എന്തിന് ഈ മാത്സും സയൻസും പഠിക്കാൻ നിർബന്ധിതനാക്കണം? ഇന്ന് കുട്ടി ചോദിക്കുന്ന പോലെയാണ് അർജുനന്റെ ചോദ്യം. അപ്പൊ അതിന് കൃഷ്ണൻ കൊടുക്കുന്ന ഉത്തരം, അർജുന, നീ സ്വസ്ഥമായിട്ട് ഒരിടത്ത് നിന്ന് നിന്റെ മനസ്സിന് നിനക്ക് ഒരുപക്ഷെ സമചിത്തത കൈവരിക്കാൻ സാധിക്കുമെങ്കിലും അതിനേക്കാൾ സർവശ്രേഷ്ഠമാണ് നിന്റെ കർത്തവ്യം ചെയ്തുകൊണ്ട്, നിന്റെ കടമ ചെയ്തുകൊണ്ട് മനസ്സിനെ നീ മാറ്റിയെടുക്കുന്നത്. അതെന്താണ് അതിലെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് ഭഗവാൻ അർജുനന്റെ മനസ്സിലേക്ക്, അർജുനനെ വെളിച്ചം വീശുന്നത്. ഒന്നാമത്തത്, അർജുനനെ സംബന്ധിച്ച് അർജുനന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ